KM ഷാജി സാഹിബ് ദാ കാറിൽ കയറാൻ നിൽക്കണ്. എന്നാ അത് ലീഗിന്റെ സമ്മേളനം ആവുന്നല്ലേ നിങ്ങൾ കരുതിയത്? അല്ലട്ടോ, പെണ്ണുങ്ങളും ആണുങ്ങളും ചായ കൊയിച്ച് ഒരു ഭാഗത്ത് തടിച്ചു കൂടുന്നു. അതിന്റെ ഇടക്കതാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിറങ്ങണ്. തൊട്ടിലാന്ന് പറഞ്ഞ മാതിരി മുനവ്വർ അലി ശിഹാബ് തങ്ങളും എത്തി. തൊട്ട് വേക്കില് ഈട്ടിയെത്തി. വന്നിരുന്ന പാടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതെടുത്താണ് നോക്കാൻ തുടങ്ങി. UDF അടുത്ത കൊല്ലം ഭരണം കിട്ടുമെന്നാണോ നോക്കുന്നത് എന്നറിയില്ല. എന്തായാലും നല്ല ചിറി ഇരിച്ചുണ്ട്. അത് കണ്ട് മുനവ്വർ തങ്ങൾ നോക്കി. ഇളമരത്തിന്റെ സ്വന്തം ഈട്ടി നോക്കുന്നുണ്ട്. അമീദ് അലി ശിഹാബ് തങ്ങൾ നോക്കുന്നുണ്ട്. ഇവരൊക്കെ നോക്കുന്നത് എന്താന്ന് നോക്കി ഞാനും ഇവിടെ ഉണ്ട്. ജബ്ബാറാജി വരുന്നവർക്കൊക്കെ കൈയൊടുക്കുന്നുണ്ട്. തിക്കിന്റെ ഇടയിലും തിരക്കിന്റെ ഇടയിലും മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞെത്തുണ്ട്. MLA MP കാറൊക്കെ ഈ മല കയറാതെ പൗതി വൈക്കലാണ് നിന്ന്. ഇരുമ്പിനെ ചൂടാക്കി പായുന്ന ലക്ഷറി കാറുകൾ പോലും പൗതി വൈക്കൽ നിൽക്കണ ഈ മലയ്ക്ക് മുനവ്വർ അലി തങ്ങളും അമീദ് അലി തങ്ങളൊക്കെ നടന്നു വരണമെങ്കിൽ അത്രക്ക് പ്രിയപ്പെട്ടത് എന്തെങ്കിലും ഒന്നും ഇവിടെ ഉണ്ടാവൂലേ? അത് പറയണതിന്റെ മുന്നേ തങ്ങൾ വിളിച്ചാൽ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാക്കാൻ പറ്റൂലല്ലോ. അതിപ്പം എന്റെ വീഡിയോ ഒന്നും ഇല്ലല്ലോ ജുനൈസയെന്ന് തങ്ങൾ ചോദിച്ചുമ്പോൾ നമുക്ക് വീഡിയോ എപ്പോഴും ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിട്ടുകൊടുത്തൂടി എല്ലാവർക്കും. കസാലകൾ നിരനിരയായി നിരത്തി ചെക്കന്മാര് ഡബിൾ ആക്റ്റീവ്. പരുത്തൂര് കുയിന്റെ മുന്നിൽ നിന്ന് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ അതാ വരഞ്ഞ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒപ്പം വഹാബ് സാഹിബും ഉണ്ട്. കൊണ്ടോട്ടിന്റെ വള്ളിക്കുന്നിന്റെ MLA ചാടി ഇറങ്ങി. സാദിഖ് അലി തങ്ങൾ ഈ മലയ്ക്ക് ഇങ്ങോട്ട് എത്തിയപ്പോത്തിന് ലക്ഷറി കാറുകൾ പോലും പൗതി വൈക്കൽ നിൽക്കണേ. ഈ മല നിറച്ചു മനുഷ്യന്മാരെ കൊണ്ടാണ് നിറഞ്ഞി. കുയിക്കൊരു ചട്ടി സിമന്റ് ഇട്ട് സാദിഖ് അലി തങ്ങൾ ദുആ ചെയ്ത് ഈ കണ്ട മനുഷ്യന്മാരൊക്കെ ആമീൻ പറഞ്ഞത് ഒരു ചരിത്ര സംഭവത്തിനാണ്. അതിനാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മണ്ഡലത്തിലെ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിലെ വെട്ടുകാട് എന്ന സ്ഥലത്തെ 3.5 ഏക്കർ വണ്ടി പോലും കയറാത്ത മലയ്ക്ക് മനുഷ്യന്മാര് കയറിയത്. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് സെന്ററിന്റെ കീഴിലെ സ്റ്റെപ്സ് ശിഹാബ് തങ്ങൾ എംപവർമെന്റ് ആൻഡ് പാലിയേറ്റീവ് സോണിന്റെ തറക്കല്ലിടൽ ചടങ്ങിനാണ്. അബ്ബാസ് അലി തങ്ങളുണ്ട്, റഷീദ് അലി തങ്ങളുണ്ട്, കാരാടൻ സുലൈമാൻ കണ്ട്, ഹുസൈൻ മടവൂരുണ്ട്, ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടുണ്ട്. ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞതും പറയാത്തതുമായ തൊപ്പി വെച്ചതും തൊപ്പി വെക്കാത്തതുമായ സകല ജാതി മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ എല്ലാവരും ഈ ഒരു ദിവസം ഒത്തൊരുമിച്ച് ഇവിടെ എത്തണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഓട്ടിസം ബാധിച്ച എത്ര കുട്ടികൾ നമ്മൾ ഈ നാട്ടിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കണ പല കൂട്ടത്തില് അങ്ങനത്തെ എത്ര രക്ഷിതാക്കള് ഞാൻ മരിച്ചു കഴിഞ്ഞാല് എന്റെ കുട്ടിനെ ഇനി ആര് നോക്കുന്ന ചിന്തിച്ചണേ എത്ര രക്ഷിതാക്കള്. ഓൽക്കൊക്കെ ഓലെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കൊക്കെ താങ്ങും തണലുമായി ബുദ്ധിവൈകല്യമുള്ള പ്രായം കൊണ്ടും രോഗം കൊണ്ടും തളർന്നുപോയ കടപ്പിലായ നോക്കാൻ ആരോരുമില്ലാത്ത പ്രായമായോലെയും പാവപ്പെട്ടോലെയും ഞമ്മക്ക് ചേർത്ത് ഇങ്ങോട്ട് പിടിച്ചണം. ജീവനോടൊക്കെ പടച്ചോൻ കയ്യിക്ക് വെച്ച് തന്ന കുട്ടിനെ കൊല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. കയ്യും വിധത്തിൽ ഓൽക്ക് പരിചരണവും പരിശീലനം കൊടുത്ത് ഓലെ ജീവിപ്പിച്ചണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാറ് പോലും കയറാത്ത താറ് മാത്രം കയറിപ്പോന ഈ കുന്നുമോൾക്ക് ഇത്രയും നേതാക്കന്മാരും പണ്ഡിതന്മാരും നടന്നു കയറി ഇവിടെ ഒത്തൊരുമിച്ചത്. എന്നൊന്നും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിനെ നെഞ്ചോട് ചേർത്ത പോലെ സ്റ്റെപ്സ് ഹാപ്പിനെസ് വില്ലേജ് ശിഹാബ് തങ്ങൾ എംപവർമെന്റ് ആൻഡ് പാലിയേറ്റീവ് സോണിനെ അകമഴിഞ്ഞ് സഹായിക്കുക. പാർട്ടി നോക്കിയോ മതം നോക്കിയോ ജാതി നോക്കിയോ നിൽക്കണ്ടട്ടോ. ഇത്തരം മക്കളെ പേരന്റെ ഉള്ളിൽ അടിച്ചിടല്ലിട്ടോ. തുറന്നു വിടി. ഓലും ജീവിച്ചട്ടെ ഓലതായ ലോകത്ത്. സാക്ഷാൽ ലയണൽ മെസ്സിന്റെ കയ്യും പിടിച്ച് ലോകകപ്പിനിറങ്ങിയ ഹാസിം വെളിമണ്ണനെ പോലെ നമ്മളെ കൊണ്ടോട്ടിന്റെ എടവണ്ണപ്പാറിന്റെ ഒക്കെ ഇട്ടാവട്ടത്തിലിട്ടെ അടച്ചിട്ട റൂമിൽ ഒറ്റപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ച് സ്റ്റെപ്സിന്റെ പടികൾ കയറ്റണം. അതിന് നിങ്ങൾ കൂടെ ഉണ്ടാവണം കേട്ടോ. നിങ്ങളാലാവുന്നത് നിങ്ങൾ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഈ നമ്പറുകളിലൂടെ ഈ കുത്തുകുത്തിലൂടെ വിട്ടുകൊടുക്കിട്ടോ. ഈ പ്രസ്ഥാനത്തിന്റെ സോഷ്യൽ മീഡിയ കൺവീനറായി പാണാളി ജുനൈസ് എന്ന് എന്നെ ഏൽപ്പിച്ചത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് ഭംഗിയായി നിർവഹിച്ച് ഇതിനോടൊപ്പം എന്നും ഉണ്ടാവും. നമ്മളെ ഫോളോവേഴ്സിനെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കി. പറ്റും വിധത്തിൽ എല്ലാവർക്കും വിട്ടുകൊടുക്കി. ഇതൊക്കെ ഉണ്ടാവുള്ളൂ. മരിച്ചു പോകുമ്പോൾ ആകെ 3 കഷ്ണം തുണിയെ കൊണ്ടുപോവുള്ളൂ. വേറെ ഒന്നും കൊണ്ടുപോവില്ല. ഉഷാറാക്കിയാളി.